നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ നങ്കൂറിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയത് അനധികൃതമായി കടത്തിയ വാഹനങ്ങളെന്ന് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ റദ്ദാക്കിയ വാഹനങ്ങൾക്ക് മാത്രം. SUV ലക്ഷറി വാഹനങ്ങൾ ഡീരജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും സ്ഥിരീകരണം. വാഹനക്കടത്ത് അന്വേഷിക്കുമെന്ന് ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് വകുപ്പ്. ശബരിമലയിലെ സ്വർണ്ണപീഠം വിവാദത്തിൽ കടുത്ത നിലപാടുമായി ഹൈക്കോടതി. സ്ട്രോങ് റൂം പരിശോധിച്ച് കണക്കെടുക്കാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി KT ശങ്കരനെ നിയോഗിച്ചു. രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കാത്തതിൽ കോടതിക്ക് അതൃപ്തി. സ്വർണ്ണപീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിലെത്തിയതിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ്. ഗൂഢാലോചനയെന്ന് ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും. കരൂർ ദുരന്തത്തിൽ TVK പ്രതിക്കൂട്ടിലാക്കിയ FIR. റാലിക്കെത്താൻ വിജയ് മനഃപൂർവ്വം വൈകി. ആളെക്കൂട്ടി പാർട്ടിയുടെ കരുത്ത് കാട്ടാൻ ശ്രമിച്ചു. റോഡ് ഷോ നടത്തിയത് നിയന്ത്രണം ലംഘിച്ച്. TVK നേതാക്കളോട് അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയെങ്കിലും അവഗണിച്ചെന്നും FIR. കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ്. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിൽ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തി. വിവാദങ്ങൾക്കിടെ വിജയുടെ നേതൃത്വത്തിൽ TVK നേതാക്കളുടെ യോഗം. ദുരന്തത്തിൽ മരണസംഖ്യ 41. ചികിത്സയിലിരിക്കെ മരിച്ചത് വേലുച്ചാമിപുരം സ്വദേശി സുഗുണ. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് TVK നൽകിയ ഹർജി മാറ്റിവെച്ച് മദ്രാസ് ഹൈക്കോടതി. പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. കോടതി നടപടി ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന TVKയുടെ ഹർജിയിൽ. വിജയ്ക്കെതിരെ തമിഴ്നാട് നാമക്കലിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വിജയ് കൊലയാളിയെന്ന് പോസ്റ്ററിൽ. അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരൂരിലും വ്യാപക പ്രതിഷേധ പോസ്റ്ററുകൾ. സർക്കാർ അനുകൂല സമീപനം സ്വീകരിച്ച NSSനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കോൺഗ്രസ്. G. സുകുമാരൻ നായരെ കണ്ട് PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും. രാഷ്ട്രീയ പിന്തുണ വ്യക്തമാക്കേണ്ടത് NSS ആണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. G. സുകുമാരൻ നായരെ പിന്തുണച്ച KB ഗണേഷ് കുമാറിനെതിരെ പത്തനംതിട്ട മയിലാടുംപാറ NSS കരയോഗത്തിന്റെ പ്രതിഷേധം. പൊതുജനങ്ങളോട് മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന CM വിത്ത് മീ പദ്ധതിക്ക് തുടക്കം. പരാതികൾ കേൾക്കാനും വേഗത്തിൽ പരിഹാരം കാണാനും പുതിയ ക്രമീകരണം. പരാതി അറിയിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രി. സദാ ഉണർന്നിരിക്കുന്ന സംഘവും. എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസും സജ്ജം. ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ തിരുവനന്തപുരം വിതുര സ്വദേശി സന്ദീപും കുടുംബവും പെരുവഴിയിൽ. സന്ദീപിന്റെ 10 വയസ്സുള്ള മകൻ 1 വർഷമായി ക്യാൻസർ ബാധിതൻ. കോവിഡ് കാലത്ത് ബിസിനസ് തകർന്നതോടെ തിരിച്ചടവ് മുടങ്ങിയെന്ന് സന്ദീപ്. DYFI CPIM പ്രവർത്തകർ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവില്ല എന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. അധിക ബാധ്യത ഉപയോക്താക്കൾ പേറേണ്ടി വരില്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനില്ല എന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി 24നോട്. അസിസ്റ്റന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി CPI സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. R. രാജേന്ദ്രനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പരിഗണിക്കുന്നതിൽ എതിർപ്പുമായി കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുപാൽ. മുല്ലക്കര രത്നാകരനെ പരിഗണിക്കണമെന്ന ആവശ്യം. ബിനോയ് വിശ്വത്തെ വിമർശിച്ച കമലാ സദാനന്ദനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. കേരളത്തിന്റെ കടം 10 വർഷം കൊണ്ട് 3 ഇരട്ടി വർദ്ധിച്ചെന്ന് മാത്യു കുഴൽനാടൻ. ധനവിനിയോഗത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് VD സതീശൻ. കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചിട്ടും ഒരു വികസന പ്രവർത്തനവും തടസ്സപ്പെട്ടിട്ടില്ല എന്ന മറുപടിയുമായി ധനമന്ത്രി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി. പ്രമേയത്തെ പിന്തുണച്ച് പ്രതിപക്ഷം. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആധാരാധിഷ്ഠിത തസ്തിക നിർണയ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഒരധ്യാപകനും ജോലി നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം ഉറപ്പാക്കുമെന്നും 24 വാർത്തയിൽ മന്ത്രി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക സംവരണ വിഷയത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ തർക്കം. തിരുവനന്തപുരത്ത് MVD വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വേദിയിൽ നാടകീയ രംഗങ്ങൾ. സംഘാടനത്തിൽ പിഴവെന്നാരോപിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ വേദി വിട്ടു. പരിപാടി റദ്ദാക്കിയെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വിവാദത്തിലായത് മോട്ടോർ വാഹന വകുപ്പിനായി വാങ്ങിയ 52 വാഹനങ്ങൾ നിരത്തിലിറക്കുന്ന ചടങ്ങ്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യൻ നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കി. സ്ഥലം വിൽപ്പനയിലെ സാമ്പത്തിക തർക്കം കൊലപാതകത്തിന് കാരണം. മൃതദേഹം കത്തിച്ച അസ്ഥികഷ്ണങ്ങൾ വേമ്പനാട്ടുകായലിൽ ഉപേക്ഷിച്ചെന്ന് കുറ്റസമ്മതം.
തിരുവനന്തപുരം നഗരപരിധിയിൽ സ്വകാര്യ ബസ് സമരം. കിഴക്കേക്കോട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ KSRTC അധികൃതർ ബാരിക്കേഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധം. ഉടമസ്ഥാവകാശമുള്ള സ്ഥലത്താണ് ബാരിക്കേഡ് നിർമ്മിച്ചതെന്ന് KSRTC അധികൃതർ. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് RTO. പത്തനംതിട്ട മുൻ SP-യുടെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്തതിൽ നടപടിക്ക് ശുപാർശ. മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് VG വിനോദ് കുമാർ, DYSP നന്ദകുമാർ, CI സന്തോഷ് എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് റേഞ്ച് DIG. IG-ക്ക് നൽകിയ റിപ്പോർട്ട് DGP-ക്ക് കൈമാറി. അപകടമുണ്ടാക്കിയത് മുൻ SP VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി സംവരണ നിയമനം നടത്തുന്നില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം തള്ളി സിറോ മലബാർ സഭ. തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത. പ്രസ്താവന പിൻവലിക്കണമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24-നോട്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കി. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്നും നിരീക്ഷണം. സതീഷ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. പാർട്ടി വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ ഒരു വിഭാഗം CPI പ്രവർത്തകർ. ട്രസ്റ്റ് രൂപീകരണം സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ. പാർട്ടിയിലെ അസംതൃപ്തരെ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് സൂചന. കണ്ണൂരിലെ PSC പരീക്ഷയിലെ ഹൈടെക് കോപ്പിയടിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉപയോഗിച്ചത് ലൈവ് ഡിവൈസുള്ള മൈക്രോ ക്യാമറ. പരീക്ഷ എഴുതിയ സഹദിന് കൂട്ടുപ്രതി സബീൽ ഉത്തരങ്ങൾ പറഞ്ഞു നൽകിയത് പെരളശ്ശേരിയിലെ വീട്ടിലിരുന്ന്. മുൻപ് 4 PSC പരീക്ഷകളിലും പ്രതികൾ സമാന തട്ടിപ്പ് നടത്തിയെന്നും കണ്ടെത്തൽ. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ വീട്ടിൽ ഉടൻ വൈദ്യുതി എത്തും. കണക്ഷൻ നൽകുന്നതിൽ എതിർപ്പില്ല എന്ന് പോബ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. തീരുമാനം ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ. 2 ദിവസത്തിനകം പോസ്റ്റുകൾ സ്ഥാപിച്ച് പുതിയ കണക്ഷൻ ലഭ്യമാക്കും. കൊച്ചി വൈറ്റിലയിൽ ലഹരി ഉപയോഗത്തിന് പുതിയ ഇടത്താവളം. റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ലഹരി ഉപയോഗിക്കാനെത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം. ദൃശ്യങ്ങൾ 24-ന്. മേഖലയിൽ പോലീസ് പരിശോധന കാര്യക്ഷമമല്ല എന്ന് ആക്ഷേപം. കാസർഗോഡ് കാഞ്ഞങ്ങാട് 19-കാരിയെ മന്ത്രവാദത്തിന്റെ മറവിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതി വിദ്യാനഗർ സ്വദേശിയും മന്ത്രവാദിയുമായ അബ്ദുൾ റഷീദിനെതിരെ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാർ കർണാടകയിലെ ടോൾ പ്ലാസ വഴി സഞ്ചരിക്കുന്ന CCTV ദൃശ്യം 24-ന്. കൊല്ലം കടക്കലിൽ തെളിവെടുപ്പിനിടെ കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താനായില്ല. തെരച്ചിലിനായി കൂടുതൽ പോലീസ് എത്തും. പോലീസിനെ വെട്ടിച്ച് കടന്നത് കുപ്രസിദ്ധ മോഷ്ടാക്കളായ അയ്യൂബ് ഖാനും മകൻ സെയ്ദ് അലവിയും. എറണാകുളത്ത് ബാറിലുണ്ടായ സംഘർഷത്തിൽ തോക്ക് കണ്ടെത്താൻ ശ്രമം ഊർജിതമാക്കി പോലീസ്. പ്രതികളായ സെബിൻ, ബേസിൽ ബാബു, ഷബീർ അലി, ആര്യൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. ബാറിൽ വെച്ച് നഗരസഭാ കൗൺസിലറുമായി വാക്കേറ്റമുണ്ടായതും അന്വേഷണ പരിധിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ വീഡിയോയിൽ ക്രൈം നന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കൊച്ചി സൈബർ ക്രൈം പോലീസാണ് നന്ദകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം കോവളത്ത് പാചകത്തൊഴിലാളി രാജേന്ദ്രന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പ്രതി അയൽവാസിയായ രാജീവിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു. തന്റെ മാതാവുമായി രാജേന്ദ്രന് ബന്ധമുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതിയുടെ കുറ്റസമ്മതം. IS റിക്രൂട്ട്മെന്റ് കേസിൽ കോയമ്പത്തൂർ സ്വദേശികൾക്ക് 8 വർഷം കഠിന തടവ്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെ ശിക്ഷിച്ചത് കൊച്ചി NIA കോടതി. മലപ്പുറം വണ്ടൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലമ്പനി. രോഗം സ്ഥിരീകരിച്ചത് ഒരു കുടുംബത്തിലെ 3 പേർക്ക്. മൂവരും UP-യിൽ നിന്നെത്തിയത് 4 ദിവസം മുമ്പ്. പ്രതിരോധ നടപടി തുടങ്ങി ആരോഗ്യവകുപ്പ്. മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക്. മഹേഷ് നാരായണൻ ചിത്രമായ പാട്രിയറ്റിന്റെ ലൊക്കേഷനിലേക്ക് മറ്റന്നാൾ മമ്മൂട്ടി എത്തും. ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ്. ലഡാക്ക് സംഘർഷത്തിൽ സമാധാന ചർച്ച വഴിമുട്ടി. അടുത്ത മാസം 6-ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ലേ അപെക്സ് ബോഡി. 4 യുവാക്കൾ വെടിയേറ്റു മരിച്ചതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ചർച്ചയില്ല. പ്രതിഷേധിച്ചവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യം. ബംഗ്ലാദേശിലെ ഗോത്രമേഖലയിൽ കലാപം. 3 പേർ മരിച്ചു, 5 പേരെ കാണാതായി. സംഘർഷം സ്കൂൾ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായതിലെ പ്രതിഷേധത്തിനിടെ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കും. വാനോളം മലയാളം ലാൽസലാം എന്ന പേരിൽ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷാവേസിനോടാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്തുണ അറിയിച്ചത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ.
കോഴിക്കോട് അടിവാരത്ത് മദ്യലഹരിയിൽ യുവാക്കളുടെ ആക്രമണം, 2 പേർക്ക് പരിക്ക്. പ്രതികളായ സഫ്നാസ്, ഷമീർ എന്നിവർ കസ്റ്റഡിയിൽ. കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡ് നന്നാക്കാത്തതിൽ വേറിട്ട പ്രതിഷേധം. റോഡിലെ ചെളിക്കുഴിയിൽ കുളിച്ചാണ് തോട്ടുമുക്കം സ്വദേശി ഫൈസലിന്റെ പ്രതിഷേധം. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്ന് ഫൈസൽ. തൃശൂർ നഗരത്തിൽ വൻ രാസലഹരി വേട്ട. 40 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. എക്സൈസിന്റെ പിടിയിലായത് ഒല്ലൂക്കര സ്വദേശി സിൻറ്റോ ആന്റണിയും മുഹമ്മദ് ഷഫീറും. കോഴിക്കോട് താമരശ്ശേരിയിൽ തുടർച്ചയായി 2 ആക്രമണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. സഫ്നാസ്, ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. ധന്യൻ വർഗീസ് പയ്യപ്പള്ളി മെമ്മോറിയൽ ജോമൌണ്ട് എവർ റോളിംഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ മത്സരം ജോമൌണ്ട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. മുഖ്യ സ്പോൺസറായ ചുണങ്ങംവേലി ശാഖ ഫെഡറൽ ബാങ്ക് മാനേജർ സൗമ്യ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു. 14-16 കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ വൈക്കം രാജഗിരി അമല പബ്ലിക് സ്കൂൾ, കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ എന്നിവർ ജേതാക്കളായി. എറണാകുളത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി കോടതിയെ സമീപിച്ചു. വാഴക്കുളം സ്വദേശി അജ്മലാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ മാസമുണ്ടായ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നില്ല. കൊല്ലത്ത് 5.5 ലക്ഷം രൂപയുടെ കഞ്ചാവുമായി പ്രതി പിടിയിൽ. സബ് ജയിലിന് മുന്നിൽ വധശ്രമ കേസിലെ പ്രതിയുടെ റീൽസ് ചിത്രീകരിച്ചയാളാണ് അറസ്റ്റിലായി 2ാം ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്. കൊല്ലം ചിതറയിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. ബൗഡർമുക്ക് സ്വദേശി ജാബിറിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് നാദാപുരത്ത് കുറുക്കന്റെ ആക്രമണം, 2 പേർക്ക് കടിയേറ്റു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് അംഗവും ആശാ വർക്കറുമായ കെ നീനയ്ക്കും പെൺകുട്ടിക്കുമാണ് കടിയേറ്റത്. പാലക്കാട്ടെ മദ്യനിർമ്മാണശാല കമ്പനി ഒയാസിസിനെതിരെയും സർക്കാർ തീരുമാനങ്ങൾക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങി എലപ്പുള്ളി പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അധികാരത്തിൽ കൈകടത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. 3ാമത് നാഷണൽ ഒപ്റ്റോമെട്രി കോൺഫറൻസ് കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ നടന്നു. ഐക്കോൺ സമ്മേളനം ഒരുക്കിയത് IOA, OCI എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊയിലാണ്ടി യൂണിറ്റ്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കോഴിക്കോട് സിറ്റി യൂണിറ്റ് ജേതാക്കളായി. കൊയിലാണ്ടി യൂണിറ്റിനെ 3-2 തോൽപ്പിച്ചാണ് ജയം. മത്സരം ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ മലയിൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KN ജയകുമാർ ട്രോഫി സമ്മാനിച്ചു. ആലപ്പുഴയിൽ കത്തിക്കുത്ത്. പിച്ചുവയ്യർ ജംഗ്ഷനിലെ ബെവ്കോ ഔട്ട്ലെറ്റിലാണ് ആക്രമണം. മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കളരിക്കൽ സ്വദേശി റാഫിക്കാണ് ബിയർ കുപ്പി കൊണ്ട് കഴുത്തിന് കുത്തേറ്റത്. കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ലൈഫ് സയൻസസ് കോൺക്ലേവ് ബയോ കണക്റ്റിന്റെ ലോഗോ പുറത്തിറക്കി. മന്ത്രി P രാജീവ് പ്രകാശനം നിർവഹിച്ചു. ഒക്ടോബർ 9, 10 തീയതികളിൽ തിരുവനന്തപുരത്താണ് പരിപാടി നടക്കുക. കൊല്ലം മേലില മാവേലിൽ വീട്ടിൽ M സുരേഷ് ബാബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. പരേതനായ G മുരളീധരൻ നായരുടെയും ശ്രീകുമാരി അമ്മയുടെയും മകനാണ്. ശൈത്യയാണ് ഭാര്യ. ദേവിക S നായർ, ദേവപ്രിയ, ദേവനന്ദ എന്നിവർ മക്കളാണ്. പ്രധാന അറിയിപ്പുകൾ. പെരുമ്പാവൂർ സാൻജോ ആശുപത്രിയിൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗങ്ങൾക്ക് ഇളവ് ചെയ്ത് ചികിത്സ ലഭ്യമാക്കുന്ന മെഗാ സർജറി ക്യാമ്പ് ഒക്ടോബർ 1 മുതൽ 10 വരെ നടക്കും. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. അഭിമുഖം നാളെ. നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് വർക്കറെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 9-ന്. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിൽ ദ്രവ്യഗുണ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11-ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് അസോസിയേഷൻ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. കൊമേഴ്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദമാണ് യോഗ്യത. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ റെഫ്രിജറേറ്റർ ആൻഡ് AC ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 3-ന് രാവിലെ 10:15-ന് ITI ഓഫീസിൽ.
നോക്കാമിനി ദേശീയ വാർത്തകൾ. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 3 മാവോയിസ്റ്റുകളെ വധിച്ചു. കാങ്കർ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ. സുരക്ഷാസേന ആയുധങ്ങൾ പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ ചിക്കൻ കറിക്കായി വാശി പിടിച്ചതിന് മകനെ അമ്മ തല്ലിക്കൊന്നു. ചപ്പാത്തി പരത്തുന്ന കോലുകൊണ്ടാണ് അടിച്ചു കൊന്നത്. കൊല്ലപ്പെട്ടത് 7 വയസ്സുള്ള ചിന്മയ് ഗുംഡെ. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ ഒരാൾ പിടിയിൽ. ഫാത്തിൻഗഡ് സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. പാക് ചാരസംഘടനകൾക്കായി രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. ഉത്തർപ്രദേശിൽ ദുരഭിമാന കൊല. +2 വിദ്യാർത്ഥിനിയുടെ പ്രണയമറിഞ്ഞ വീട്ടുകാർ പെൺകുട്ടിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. കൊല നടത്തിയത് അച്ഛനും പ്രായപൂർത്തിയാകാത്ത സഹോദരനും ചേർന്ന്. ഗുവാഹത്തിയിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനം റദ്ദാക്കി. വിമാനത്തിനുള്ളിൽ ശക്തമായ പുക രൂപപ്പെട്ടതാണ് കാരണം. ഇൻഡിഗോയുടെ 6E565 വിമാനമാണ് റദ്ദാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അടച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. ജമ്മുകശ്മീരിലെ 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തുറന്നത്. മഹാരാഷ്ട്രയിലെ അന്ധേരിയിൽ മെട്രോ സ്റ്റേഷനിലെ ഇംഗ്ലീഷ് ബോർഡിൽ കറുത്ത പെയിന്റ് അടിച്ച് MNSന്റെ പ്രതിഷേധം. ഇംഗ്ലീഷ് ബോർഡുകൾ അനുവദിക്കില്ല എന്ന് പ്രതിഷേധക്കാർ. ഒരിടവേളയ്ക്ക് ശേഷമാണ് മറാഠി ഭാഷയെ ചൊല്ലിയുള്ള MNS പ്രതിഷേധം. മഹാരാഷ്ട്രയിൽ ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ പുറത്തേക്കെറിഞ്ഞ തേങ്ങ തലയിൽ വീണ് യുവാവ് മരിച്ചു. മുംബൈക്കടുത്ത് ഭയന്ദറിലാണ് സംഭവം. നദിയിലേക്ക് പൂജാ സാധനങ്ങൾ അടങ്ങിയ പാക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു. RBI ഡെപ്യൂട്ടി ഗവർണറായി ശിരീഷ് ചന്ദ്ര മുർമുവിനെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിലെ മിഷിഗണിൽ പള്ളിക്കുള്ളിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ സംഘർഷം. 2 പേർ മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. മുസഫറാബാദിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ നടന്ന പ്രതിഷേധത്തിന് നേരെ വെടിവെപ്പുണ്ടായി. പാക് സൈന്യവും ISI പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് പ്രവർത്തകരുമാണ് വെടിവെച്ചത്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറി എറിക് ആഡംസ്. മേയർ സ്ഥാനത്തിരിക്കെ അഴിമതി ആരോപണങ്ങൾ നേരിട്ട ആഡംസ് മത്സരിക്കുന്നതിൽ ഒരു വിഭാഗം അതൃപ്തി അറിയിച്ചിരുന്നു. വടക്കൻ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച് ഭൂപാലോയ് കൊടുങ്കാറ്റ്. വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും പേമാരിയും. കടലാക്രമണത്തിൽ ഒരാൾ മരിച്ചു. 12 മീൻപിടുത്ത തൊഴിലാളികളെ കാണാതായി. ഗസ വെടിനിർത്തലിൽ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ തീരുമാനമുണ്ടാകുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. ഗസയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. 70-ലേറെ പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. UN അസംബ്ലിക്കിടെ യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടി ഉണ്ടാകുമെന്ന് വളോദിമിർ സെലൻസ്കി. ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കത്തിൽ പ്രതികരണവുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഇന്ത്യയുടെ നിലപാട് അഭിനന്ദനാർഹം. ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധത്തിന് നിലവിലെ സാഹചര്യങ്ങൾ വെല്ലുവിളിയാകില്ല എന്നും സെർജി ലാവ്റോവ്. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. ചരിത്രത്തിൽ ആദ്യമായി പവന് 85,000 രൂപ കടന്നു. ഒരു പവന് 360 രൂപ കൂടി 85,720 രൂപയും ഗ്രാമിന് 45 രൂപ ഉയർന്ന് 10,715 രൂപയുമായി. ധനനയ നിർണയത്തിനുള്ള 6-അംഗ മോണിറ്ററിംഗ് പോളിസി കമ്മിറ്റി യോഗത്തിന് തുടക്കമായി. നയപ്രഖ്യാപനം ബുധനാഴ്ച. ഇത്തവണയും വായ്പാ നിരക്ക് മാറ്റില്ല എന്ന് സൂചന. ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ വൻ ഇടിവ്. ഈ വർഷം ഇതുവരെ നഷ്ടമായത് $75 ബില്യൺ എന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം ഉയർത്തി EY. 2025-26 വർഷങ്ങളിൽ രാജ്യം 6.7% വളർച്ച നേടുമെന്ന് പ്രവചനം. ഇന്ത്യയിൽ YouTube പ്രീമിയം ലൈറ്റ് ലോഞ്ച് ചെയ്തു. പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ 89 രൂപ. വരിക്കാർക്ക് ഗെയിമിംഗ്, കോമഡി, കുക്കിംഗ്, ലേണിംഗ് വിഭാഗങ്ങളിൽ പരസ്യരഹിത വീഡിയോകൾ ലഭ്യമാകും. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും തമ്മിലുള്ള കരാർ മറ്റന്നാൾ പ്രഖ്യാപിക്കും. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കരാറിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കും. നോക്കാമിനി ഫാക്ട് ചെക്ക്. ലഡാക്ക് പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റിലായ സോനം വാങ്ചുക്ക് ചൈനയെ ന്യായീകരിച്ച് പ്രസ്താവന നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2024 മാർച്ചിൽ നടന്ന നിരാഹാര സമരത്തിനിടെ ഒരു ഹാസ്യ താരത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്ന വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാം.
സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും നാളെയും മറ്റന്നാളും തുറന്ന് പ്രവർത്തിക്കും. ആലപ്പുഴ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന്റെ ലെവൽ ക്രോസ് നമ്പർ 122 നാളെ വൈകിട്ട് 6 മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 115, ട്രാഫിക് ഗേറ്റ് 124 എന്നിവയിലൂടെ സഞ്ചരിക്കണം. ഇടുക്കി കരുണാപുരം ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ഒഴിവ്. താൽപ്പര്യമുള്ളവർ നാളെ ITIയിൽ നേരിട്ട് ഹാജരാകണം. ആലപ്പുഴ കായംകുളം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഗണിതശാസ്ത്ര അധ്യാപക ഒഴിവിലേക്ക് നാളെ നടത്താനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെച്ചു. ഒക്ടോബർ 4-നാണ് പുതിയ തീയതി. ആലപ്പുഴ രാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗത്തിൽ ജൂനിയർ ഹിന്ദി ലാംഗ്വേജ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. പാലക്കാട് ആലത്തൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഷെഡ് പൂർണ്ണമായി കത്തിനശിച്ചു. ആലത്തൂർ നരിയംപറമ്പ് സ്വദേശി സത്യഭാമയുടെ ഷെഡാണ് കത്തിനശിച്ചത്. വീട് പണി നടക്കുന്ന സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് തീപിടുത്തം ഉണ്ടായത്. മലപ്പുറം അരീക്കോട് കുനിയിൽ യുവാവിന് കുത്തേറ്റു. കൊടവങ്ങാട് സ്വദേശി ജുനൈസിനാണ് കുത്തേറ്റത്. സുഹൃത്താണ് കുത്തിയത്. സൗദിയിലെ ഖിത്തിയ നഗരത്തെയും റിയാദ് വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതി ആരംഭിക്കുന്നു. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയാണ് ആരംഭിക്കുന്നതെന്ന് അധികൃതർ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.